ആശ്വാസത്തിന്റെ വാക്കുകളാണ് ഇപ്പം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മത്സ്യബന്ധനത്തിന് പോയി കാണാതായ മത്സ്യത്തൊഴിലാളികളെ അവർ തിരിച്ചെത്തിയിരിക്കുന്നു. കണ്ണുനീണ്ട തീരമായിരുന്നു, ഇപ്പോഴതൊരു ആശ്വാസത്തിന്റെ തീരമായി മാറി. 4 സഹോദരങ്ങളെ കൊണ്ടുവന്നു, നേരെ ആംബുലൻസിൽ കയറ്റി ആശുപത്രി ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി. ഇനിയുള്ള 4 പേരെ ഒരു കുളച്ചലിലെ മത്സ്യബന്ധന തുറമുഖക്കാർ കണ്ടെത്തിയിരുന്നു. ആ ഫിഷിംഗ് ബോട്ടിൽ അവരുണ്ട്. അവര് ഇന്ന് രാത്രി 2 മണിയോടുകൂടി അവരെ കുളച്ചൽ ഹാർബറിൽ എത്തിക്കുമെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമ്മളവിടെ പോയി അവരെ സ്വീകരിച്ച് അവരുടെ ഭവനങ്ങളിൽ വിടാനാണ് വളരെ നന്ദിയുണ്ട്. ദൈവത്തോട്, പരിശുദ്ധ അമ്മയോട് ഞങ്ങൾക്ക് നന്ദിയുണ്ട്. കാരണം പ്രാർത്ഥന ഒത്തിരി ഉയർന്നു. ദൈവം ഈ പ്രാർത്ഥനയ്ക്ക് തന്ന ഉത്തരമാണ് ഈ ജീവനെ തിരിച്ചു കിട്ടിയത്. അതിനാണ് ദൈവത്തോട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ സർക്കാർ സംവിധാനങ്ങൾ, ജനപ്രതിനിധികളുണ്ട്, ഇതുമായി ബന്ധപ്പെട്ട എല്ലാവരും, പ്രത്യേകിച്ച് CM ഇതിനുള്ള കാര്യം അന്വേഷിക്കുന്നുണ്ടായിരുന്നു. മുഖ്യമന്ത്രി, വിദ്യാഭ്യാസ മന്ത്രി വിളിച്ചതൊക്കെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ അന്വേഷണം അതിന്റെ സൂചിപ്പിക്കുന്നതിന് സംയോജിതമായ ഇടപെടലുകൾ അതൊക്കെ അതുപോലെ തന്നെ ഞങ്ങളുടെ മാധ്യമങ്ങളോട് വളരെ കഷ്ടപ്പെട്ട ദിവസങ്ങളിലെല്ലാം ഞങ്ങളുടെ കൂടെ ഉള്ളവരോട് നമുക്ക് ഏറെ നന്ദിയാണ്. ഇനി ഈ തീരം കുറച്ചുകൂടെ ഒന്ന് ആശ്വാസമായിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഈ ഫിഷിംഗ് ഹാർബറിന്റെ മൗത്ത് ഓപ്പണിങ്ങിൽ ഇഷ്ടംപോലെ മണ്ണ് അടിഞ്ഞുകൂടി കിടക്കും. അത് അടിഞ്ഞുകൂടുമ്പോൾ അവിടെ സ്ഥിര കൂടുതലായിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് വരുമ്പോഴും പുറത്തോട്ട് പോകുമ്പോഴും ഇതിൽ ഈ വള്ളങ്ങൾ മറിയും, അപകടം മരണമൊക്കെ സംഭവിക്കും. അപ്പോൾ അതുണ്ടാകാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ പല പ്രാവശ്യം മുഖ്യമന്ത്രിയെ കണ്ട് സംസാരിച്ചു. അവസാനം അവർ 75 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ടായിരുന്നു. അതൊരു നല്ലൊരു പ്രവർത്തനം ചെയ്തു. പക്ഷെ അതെടുത്തത് ഈ ഭാഗത്താണ് പണി ചെയ്തത്, അത് മണ്ണം. അതുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് മാറ്റണം. ഞങ്ങളത് വിദ്യാഭ്യാസ മന്ത്രിയുടെ ശ്രദ്ധയിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ എല്ലായിടത്തിന്റെ കാര്യം സജി ചെറിയനോട് ബന്ധപ്പെട്ടു. കാര്യങ്ങളെല്ലാം ഉടനെ ചെയ്തു തീർക്കുമെന്നുള്ളത് വന്നിരിക്കുന്നു. അത് ചെയ്താൽ നല്ലതല്ലെങ്കിൽ ഇനി വലിയൊരു ബുദ്ധിമുട്ടിലോട്ട് നീങ്ങുന്നത്. കാരണം ഇനിയിപ്പോൾ നാളെ മുതൽ സീസണിന്റെ ടൈമാണ്. ഒന്നാമതിപ്പോൾ കാറ്റും കൊള്ളുമൊക്കെ നിൽക്കുന്നത്. കാരണം ആറ്റിങ്ങൽ മുന്നിങ്ങോട്ടും ഇതിന്റെ കൊല്ലങ്കോടും ആളുകളെല്ലാം കന്യാകുമാരിയിൽ നിന്നൊക്കെ ആളുകൾ കൂടെ വരാറുണ്ട്. അപ്പോൾ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത്. നിങ്ങളെല്ലാവരുടെ സ്നേഹവും